എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. സീനിയർ സിറ്റിസന്മാർക്ക് സന്തോഷമുള്ളൂ. ഞാൻ സീനിയർ സിറ്റിസൺ ആയില്ല, ആ ഏജിൽ എത്തിയില്ല. അപ്പോൾ ഞാൻ ജൂനിയറാണ് കേട്ടോ. ഇപ്പോൾ വളരെ ജൂനിയറാണ്. പിന്നെ മനസ്സുകൊണ്ട് വളരെ ജൂനിയറാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോയും പരിപാടികളായിട്ടൊക്കെ ഇറങ്ങുന്നത്. എന്തായാലും സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക. പ്രത്യേകിച്ച് ഞങ്ങളുടെ അനാലിസിസ് നോക്കുമ്പോൾ സീനിയർ സിറ്റിസൺസ് ഒരുപാട് ഈ ചാനൽ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു പ്രത്യേകം കൂപ്പുകയും അതുപോലെ തന്നെ ഇത് കാണുക, ഞങ്ങൾക്ക് ആവശ്യമായ കാശ് അയച്ചു തരിക, സംഭാവനകൾ നൽകുക, പരസ്യങ്ങൾ നൽകുക, നിങ്ങളുടെ പരാതികൾ ആവലാതികൾ നൽകുക. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകളിൽ ഇരിക്കുന്നവർ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ, അതുപോലെ ഒരുപാട് പ്രായമായവരുടെ വിഷയങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് എടുക്കാറുണ്ട്. പക്ഷേ മറ്റൊരു രസകരമായ കൗതുകമുള്ളൊരു വിഷയമാണ് ഇതിനകത്ത് ഇപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും കേരളത്തിൽ പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരുടെ 56 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ പറ്റും. പെൻഷൻ പറ്റിയ ഉടനെ പറയുന്നൊരു കാര്യമാണ്, ഞാൻ സീനിയർ സിറ്റിസനായി, ഞാൻ പെൻഷൻ പറ്റി. ഉടൻ പറയും. ആരോട് ചോദിച്ചാലും പറയും, ഞാൻ ഇപ്പോൾ സീനിയർ സിറ്റിസനാണ്. കാര്യം എന്താ? പെൻഷൻ പറ്റി. അപ്പോൾ രസമാണ്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ UNEP-യുടെയും അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെയൊക്കെ പുതിയ സിദ്ധാന്തം പുറത്ത് വന്നിട്ടുണ്ട്. 80 വയസ്സ് കഴിഞ്ഞാലേ വയസ്സാവുകയുള്ളൂ. 80 വയസ്സ് വരെ ചെറുപ്പമാണ്. നമ്മൾ മഹാഭാരത യുദ്ധത്തിലൊക്കെ നമ്മുടെ അർജുനൻ്റെയും കൃഷ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്ന അർജുനൻ്റെയും മറ്റൊരുപാട് കഥാപാത്രങ്ങളുടെയൊക്കെ പ്രായം നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. 100-120 വയസ്സ് വരെ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരുപാട് രാജ്യമുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് മറ്റ് ചില ആളുകളെ കൂടുതലാണ്. ഈ ലോകത്തെ പിടിച്ചു കുലുക്കുന്ന കുറച്ച് ആളുകളുടെ പ്രായമാണ്. ലോകത്തെ അവർ പിടിച്ചു കുലുക്കുന്നവരാണ്, ചെറിയ ആളുകളില്ല. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണ്? 79 കഴിഞ്ഞു. ഖമേനി എന്ന് പറയുന്ന അദ്ദേഹത്തിന് 85 കഴിഞ്ഞു എന്നേ. പുടിൻ, നമ്മൾ റഷ്യയുടെ പുടിൻ 72 കഴിഞ്ഞു. ജിങ്പിങ് 72 കഴിഞ്ഞു. ചൈന നോക്കണം. ഇവിടെ 60 സീനിയർ സിറ്റിസനാണ്. പിന്നെ ഒന്നും ചെയ്യത്തില്ല. അമ്പല കമ്മിറ്റി, റെസിഡൻസ് അസോസിയേഷൻ, പിന്നെ വീട്ടിൽ ഇരിക്കുക, വാട്സപ്പിൽ കളിക്കുക, എന്തെങ്കിലുമൊക്കെ. അത് ചീഫ് സെക്രട്ടറി ആയാലും അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു. എല്ലാവരും അല്ല, കുറച്ച് പേര് ഏത് റോളിൽ നിന്ന് റിട്ടയർ ആയാലും പിന്നെ അയ്യോ ഞാൻ റിട്ടയറായി, എനിക്ക് പെൻഷനൊക്കെ കിട്ടും, നല്ല പെൻഷൻ കൊണ്ട് കേട്ടോ കേരളത്തിൽ. അങ്ങനെ ഒരു ഗുണമുണ്ട്. പെൻഷനൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞാൻ സീനിയർ സിറ്റിസനായി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വല്ല പാട്ട്, അമ്പലം കമ്മിറ്റി, വല്ല കവിത എഴുത്ത്, പിന്നെ ആൽബം ഉണ്ടാക്കുക, ഇങ്ങനെ കുഞ്ഞു കാര്യം. അല്ല, വളരെ ക്രിയേറ്റീവായി ഇരുന്ന ആളുകൾ പിന്നെ ക്രിയേറ്റീവ് ആകുന്നില്ല ഒരു 56 വയസ്സ് കഴിയുമ്പോൾ. നരേന്ദ്രമോദിക്കും 74 വയസ്സായി കേട്ടോ. ലോകം മുഴുക്ക പുള്ളി ലോക ഗുരുവായിട്ട് മാറാനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത്. 74 വയസ്സായി കേട്ടോ. അപ്പം നെതന്യാഹുവിനോ 75 വയസ്സായി. അങ്ങനെ നോക്കിയപ്പോൾ എല്ലാവർക്കും 70 വയസ്സിൽ കൂടുതലുള്ള 75 വയസ്സിലുള്ള ആയിട്ടുള്ളവരാണ് ലോകത്തെ പിടിച്ചു കുലുക്കുന്ന നേതാക്കൾ. ഇവിടെ നമുക്ക് മലയാളിക്ക് 56 പെൻഷൻ പറ്റി 60 ആകുമ്പോഴേ വീട്ടിൽ കയറി. ഇവിടുത്തെ ഗവൺമെൻറ്റുകളോട് എനിക്ക് പറയുവാനുള്ളത്, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളോട് പറയുവാനുള്ളത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ ജില്ലയിൽ, നിങ്ങളുടെ ബ്ലോക്കിൽ ആയിരക്കണക്കിന് പേരാണ് സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉടുപ്പടിച്ച് വീട്ടിലിരിക്കുന്നത്. അവരെ വിളിച്ചിറക്കുക. അവർ എഞ്ചിനീയറുണ്ട്, ഡോക്ടറുണ്ട്, പിന്നെ സാങ്കേതിക വിദഗ്ധരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. വലിയ തോതിൽ സമൂഹത്തിന് സംഭാവന ചെയ്ത ബൗദ്ധിക കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട്. അവരെ വിളിച്ചിറക്കി അവർ കല്യാണത്തിനും മരണത്തിനും കുളിക്കും, പള്ളിയിലും അമ്പലത്തിലുമൊക്കെ പോയി ഞാൻ സീനിയർ ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തൊഴുന്നതിന് പകരം അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുക സമൂഹം. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വയസ്സായിട്ടില്ലെന്നേ, നിങ്ങൾ കൊച്ചു പിള്ളേരാണെന്നേ. നിങ്ങളുടെ സീനിയർ സിറ്റിസൺ ഫോറത്തിൽ എന്നെ കൂടെയൊക്കെ വിളിക്കുക, ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ. എങ്ങനെയാണ് ക്രിയേറ്റീവായി നമുക്ക് നന്നായി ജീവിക്കുക. 80 വയസ്സ് വരെ ചെറുപ്പമാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുമ്പോൾ നമുക്ക് ചെറുപ്പമായിരിക്കാം. സീനിയർ സിറ്റിസൺ എന്ന വാക്ക് പോലും നിങ്ങളാരും ഉപയോഗിക്കരുത്. നമുക്ക് വളരെ ജൂനിയറായി തന്നെ ജീവിതത്തെ മനോഹരമാക്കാം. സീനിയർ ആവുമ്പോൾ സീനിയർ ആയിക്കോട്ടെ. ഇപ്പോഴേ ആരും കയറി സീനിയർ ആവണ്ട.